അത്രയും സ്വർണം മാമന്റെ ലോക്കറിൽ വെച്ചാൽ അതിനുള്ള 40 പവൻ വിനയന് പണയം വെക്കാൻ അവന്റെ മാമൻ കൊടുക്കും. അപ്പോ തറവാട്ടിലെ സ്വർണം പണയം വെച്ചതിന്റെ ദോഷവും വരില്ല, അവരുടെ കാര്യവും നടക്കും. സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആയിരിക്കണം അച്ഛാ. സ്വന്തം പെൺമക്കളുടെ സ്വർണം എടുത്താ ലംബോദരൻ അങ്കിളും മരുമകന് കൊടുത്തത് അച്ഛനോ? ഇളയ മകളുടെ സ്വർണം മൂത്ത മകൾക്ക് കൊടുക്കാം. അതിനു പോലും എന്റെ അച്ഛൻ തയ്യാറായില്ലല്ലോ. അമ്മാവനത് തന്നിട്ട് എന്ത് പ്രയോജനം അമ്പിളി? നിന്റെ കുഞ്ഞമ്മ മുങ്ങിയില്ലേ? വിനയന്റെ അങ്കിളിനെ പോലെ ഒരു അങ്കിളും നമുക്കില്ല. നമുക്കിനി വേറെ ഒന്നും വേണ്ട. ഗോകുൽ ഉടൻ ചെന്ന് അവന്റെ ഓഫീസിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞില്ലേ? നമുക്ക് ആ ജോലി മതി. ഞാനും പറയാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാ. സച്ചിയും സാവിത്രിയും മകളും കൂടി ഇവിടെ വന്നിരുന്നു. നിന്റെ കാര്യം ഞങ്ങൾ സംസാരിച്ചിരുന്നു. തൽക്കാലം നീ അവരോടൊപ്പം നിൽക്കരുകൂ, അതാ നിനക്ക് നല്ലത്. അതെ, അച്ഛന്റെ മൂത്ത മരുമകനെ മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാനാ യോഗം. അവൻ അങ്ങനെ ജീവിച്ചാ മതിയെന്ന് എല്ലാരും കൂടി അങ്ങ് തീരുമാനിച്ചാ പിന്നെ രക്ഷയില്ലല്ലോ. ഏതായാലും ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി തുറന്നു കിട്ടിയല്ലോ, അത് മതി. ഇവിടെ നിന്നാലേ നശിച്ചു പോവുകയുള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള മാർഗം നമുക്ക് നോക്കണം രഘുവേട്ടാ. അമ്മാവനൊന്നും തോന്നണ്ട. എല്ലായിടത്തുനിന്നും പരാജയം വരുമ്പോ ആരുടെ മനസ്സും ഇങ്ങനെ ആയിപ്പോ. എന്ന് വെച്ചാ നിന്റെ മനസ്സും എന്നെ പഴിചാരാൻ തുടങ്ങി എന്നർത്ഥം. നന്നായി രഘു. നീയും എന്നെ മനസ്സുകൊണ്ട് വെറുക്കാൻ തുടങ്ങിയ സമാധാനായി. വെറുത്തുകൊണ്ട് ഇറങ്ങിപ്പോയാ മനസ്സുകൊണ്ട് വിഷമം തോന്നില്ല. നിനക്കും അതാ നല്ലത്.